Hello friends, welcome to Swati Swaga Tutorials. Our next topic is secondary growth in root. Okay, root is secondary growth. It is due to the activity of a cambium and cambium, that is vascular cambium. Vascular cambium. Okay, and that is called a stellar secondary growth. But listen, this is the diagram of a dicot root. And this part, outermost part, epidermis, then cortex, endodermis, pericycle, and this is xylem, and this one is phloem. Okay, ഇത്രയും പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ബട്ട് നമുക്കറിയാം എവിടെയാണ് ഈ വാസ്കുലാർ ബണ്ടിൽസിൽ എവിടെയും എന്ത് പഠിച്ചിട്ടില്ല, ക്യാമ്പിയം പഠിച്ചിട്ടില്ല. ക്യാമ്പിയത്തിൻ്റെ പൊസിഷനെ പറ്റിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇൻ കേസ് ഓഫ് റൂട്ട്, ക്യാമ്പിയം ഈസ് ആബ്സെൻറ്റ് ഇൻ ഇറ്റ്സ് പ്രൈമറി സ്റ്റേജ്. ബട്ട് അറ്റ് ദ ടൈം ഓഫ് സെക്കൻഡറി ഗ്രോത്ത്, new cambial strips are formed inside the vascular bundle. Okay, vascular bundle അല്ലെങ്കിൽ inside the സ്റ്റീലിനുള്ളിൽ വാസ്കുലാർ ബണ്ടിൽ എന്ത് ചെയ്യുന്നു, ഈ ക്യാമ്പിയം സ്റ്റാർട്ട് ചെയ്യുന്നു, ഫോം ചെയ്യുന്നുണ്ട്. ഇനി അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് 2 സ്റ്റെപ്സ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി 2 സ്റ്റെപ്സ്. സെക്കൻഡറി ഗ്രോത്ത് ഇൻ റൂട്ടിനും 2 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ക്യാമ്പിയൽ റിംഗ്. ഫോർമേഷൻ ഓഫ് ക്യാമ്പിയൽ റിംഗ്. And the second step is our same activity of this cambial ring. Okay, first cambial ring form cheyanam, pinne endu cheyunu, activity of this cambial ring. Then go to the first step, that is formation of a cambial ring. This part is xylem and this is phloem. And we know this area is called what? Conjunctive tissue. In between xylem and phloem, conjunctive tissue is present. Conjunctive tissue. Okay. At the time of secondary growth, root produces new meristem below the phloem. ഈ ഫ്ലോയത്തിൻ്റെ താഴെ, ബിലോ ദ ഫ്ലോയം എന്ന് പറഞ്ഞാൽ ഇവിടെ. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ടിഷ്യൂ ഏതാണ്? കൺജങ്ക്റ്റീവ് ടിഷ്യൂ ഒക്കെ വരുന്നൊരു ഏരിയ ആണത്. സോ ന്യൂ മെരിസ്റ്റം ഫോംഡ് ഫ്രം കൺജങ്ക്റ്റീവ് ടിഷ്യൂ ബിലോ ഫ്ലോയം. At the same time, pericycle means here. Pericycle produces new meristem above the xylem. Xylem മുകളിലും മെരിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നു, ഫ്ലോയത്തിൻ്റെ താഴെയും. ഫ്ലോയത്തിൻ്റെ താഴെ ആരാ ഫോം ചെയ്യുന്നത്? കൺജങ്ക്റ്റീവ് ടിഷ്യൂ ആണ് മെരിസ്റ്റം ഉണ്ടാക്കുന്നത്. ആൻഡ് above xylem the meristem is formed from pericycle. ഓക്കെ, അതുപോലെ അപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലെ ക്യാമ്പിയൽ സ്ട്രിപ്സ് ആണ് ഫോം ചെയ്യുക. ഇങ്ങനെയുള്ള സ്ട്രിപ്സ് ഫോം ചെയ്യുന്നു below phloem and above xylem. ഓക്കെ, അതിനുശേഷം ഇനി എന്താ സംഭവിക്കുക? ദിസ് ക്യാമ്പിയൽ സ്ട്രിപ്സ് യുനൈറ്റ്. ഓക്കെ, ഇതൊക്കെ കൂടെ യുനൈറ്റ് ചെയ്യുന്നു. ഫ്ലോയത്തിൻ്റെ താഴെ, സൈലത്തിൻ്റെ മുകളിൽ ഈ രീതിയിൽ യുനൈറ്റ് ചെയ്യുന്നു. ക്ലിയർ? ആൻഡ് ഫോം എ വേവി ക്യാമ്പിയൽ റിംഗ്. വേവി അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് സർക്കിൾ അല്ല കിട്ടിയത്, ഇങ്ങനെ പോകുന്നത് കാരണം എന്താണ്? ഇറ്റ് ഈസ് വേവി ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നോക്കാം. ദിസ് വേവി ക്യാമ്പിയൽ റിംഗ് കട്ട് ഓഫ് സെൽസ് ടുവേർഡ്സ് ഔട്ടർ സൈഡ് ആൻഡ് ഇന്നർ സൈഡ്. നേരത്തെ പഠിച്ചതുപോലെ തന്നെ, സ്റ്റെമ്മിൻ്റെ കേസ് പോലെ തന്നെ, ക്യാമ്പിയൽ റിംഗ് പ്രൊഡ്യൂസസ് സെൽസ് ടുവേർഡ്സ് ഔട്ട്സൈഡ് ആൻഡ് ടുവേർഡ്സ് ഇൻസൈഡ്. ഔട്ടറിലേക്ക് ആരെയും ഫോം ചെയ്യാം? ഔട്ടറിൽ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? നമുക്ക് സ്ട്രക്ചർ നോക്കാം. ഇതാണ് നമ്മൾ വേവി ക്യാമ്പിയൽ റിംഗ്. ഈ റിങ്ങിൻ്റെ ഔട്ട് സൈഡിൽ ആരാണുള്ളത്? ഓൾറെഡി ഉള്ളത് എന്താണ്? പ്രൈമറി ഫ്ലോയോ ആണ് ആദ്യം ഉള്ളത്. ഇത് പ്രൈമറി സൈലം ആണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഡയഗ്രത്തിൽ ഇത് പ്രൈമറി സൈലം, ഇത് പ്രൈമറി ഫ്ലോയം. പുതിയ സെൽസിനെ പുറത്തോട്ട് ഫോം ചെയ്യും. അതാരായിരിക്കും? ഔട്ടറിലേക്ക് ഫോം ചെയ്യുന്നത് സെക്കൻഡറി ഫ്ലോയം. പുറത്ത് ഫ്ലോയം അല്ലേ ഉള്ളത്, അപ്പോൾ പുതിയതിനെ പിന്നെയും പുറത്തോട്ട് ഉണ്ടാക്കുന്ന സെക്കൻഡറി ഫ്ലോയം. അതുപോലെ ഓൾറെഡി ഇവിടെ പ്രൈമറി സൈലം ഉണ്ട്, അതിന് ആ ഭാഗത്തോട്ട് ഇൻസൈഡിലോട്ട് ആരെ ഉണ്ടാക്കുന്നത്? ഇന്നർ പാർട്ടിലേക്ക് സെക്കൻഡറി സൈലം. ഓക്കെ, ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ആൻഡ് വാട്ട് വിൽ ഹാപ്പൺ? അത് സെയിം പ്രോസസ് ആസ് ഇൻ അവർ ഡൈക്കോട്ട് സ്റ്റെം. ദിസ് വേവി ക്യാമ്പിയൽ റിംഗ് ഗ്രാജുവലി ബിക്കം എ കംപ്ലീറ്റ് റിംഗ് ആയിട്ട് മാറും. വേവി ആയിട്ടുള്ള സ്ട്രക്ചർ നിവർന്നു വരുന്നു, കംപ്ലീറ്റ് റിംഗ് ആയി മാറും. ആൻഡ് ദിസ് വിൽ പ്രൊഡ്യൂസ് സെക്കൻഡറി സൈലം ടുവേർഡ്സ് ഇൻസൈഡ്. സെക്കൻഡറി സൈലത്തിന് ഇങ്ങനെ ഉള്ളിലോട്ട് ഉണ്ടാക്കും. ഓക്കെ, ഇതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതെന്താണ്? നമ്മൾ ക്യാമ്പിയൽ റിംഗ് ആണ്. ക്യാമ്പിയൽ
ring. Okay, this produce secondary xylem towards inside. As a result, എന്താ സംഭവിക്കുന്ന ആ ഡയഗ്രാം നോക്കുക. This one, primary xylem എന്ത് സംഭവിക്കും? Primary xylem pushes towards inside and gradually get crushed. Same process. Okay, and this cambial ring produces secondary phloem towards inside. അപ്പോൾ പുറത്ത് ഫ്ലോയത്തിൻ്റെ പുതിയൊരു ലെയർ വരുന്നു അല്ലേ? ആൻഡ് ദിസ് ഇസ് സെക്കൻഡറി ഫ്ലോയം. സെക്കൻഡറി ഫ്ലോയം ആണ്. ആസ് എ റിസൾട്ട് പ്രൈമറി ഫ്ലോയം എന്താ സംഭവിക്കുക? പ്രൈമറി ഫ്ലോയം പുഷസ് ഔട്ട്സൈഡ് ആൻഡ് ഗെറ്റ് ക്രഷ്ഡ്. മറിച്ച് ഫ്ലോയത്തിന്, പ്രൈമറി ഫ്ലോയത്തിന് ജസ്റ്റ് ഒരു മാർക്കിംഗ് ആയിട്ട് ഇവിടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സെക്കൻഡറി തിക്നെസ് ഇൻ കേസ് ഓഫ് റൂട്ട്. ഇവിടെ എക്സ്ട്രാ സ്റ്റീലാറില്ല. അപ്പോൾ ഇത്ര വരെയാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ദറ്റ് ഈസ് സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ്. എന്താണെന്ന് നോക്കാം. അതിൻ്റെ മുൻപേ വുഡ് മീൻസ് എന്താണ്? സൈലം. സൈലത്തിന് പറയുന്ന വേറെ പേരാണെന്ത്? വുഡ്. അറിയാം അല്ലേ? ഇനി അറിയേണ്ട കാര്യം വെച്ചാൽ ക്യാമ്പിയം എന്ന് വെച്ചാൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് സെക്കൻഡറി സൈലത്തിന് ഫോം ചെയ്യുന്നു എന്നൊക്കെ നമുക്കറിയാം. ആൻഡ് ദ ആക്ടിവിറ്റി ഓഫ് ക്യാമ്പിയം ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ എൻവയോൺമെൻറ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്യാമ്പിയം ആക്ടിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെച്ചാൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചില ടെമ്പറേച്ചർ റീജിയൻസ് ആണെങ്കിൽ ദ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ദ ഇയർ. ഒരു വർഷത്ത് മുഴുവൻ ക്ലൈമറ്റ് ഒരേപോലെയല്ല ഉണ്ടാവുക, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെ ക്യാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റീനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യും. ദെൻ അതിൻ്റെ ബേസിൽ രണ്ട് ടൈപ്പ് വുഡാണുള്ളത്. സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ് എന്നാണ് പറയുക. ഡിഫറെൻറ്റ് സീസണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണത്. സ്പ്രിംഗ് വുഡ് ഈസ് അതർവൈസ് കോൾഡ് ഏർലി വുഡ്. സ്പ്രിംഗ് വുഡ് ഓർ ഏർലി വുഡ് എന്ന് പറയും. ആൻഡ് ഇൻ ദ സ്പ്രിംഗ് സീസൺ ക്യാമ്പിയം ഇസ് വെരി ആക്റ്റീവ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ലാർജ് നമ്പർ ഓഫ് സൈലം എലമെൻറ്റ്സ്. അപ്പോൾ സ്പ്രിംഗ് സീസൺ എന്താണ്? ക്യാമ്പിയം ആക്റ്റീവ് ആണ്, കൂടുതൽ ആക്റ്റീവാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഒരുപാട് സൈലം എലമെൻറ്റ്സിനെ ഫോം ചെയ്യും. ആൻഡ് എങ്ങനെയാണ്? സൈലം വെസൽസ് വിത്ത് വൈഡർ ക്യാവിറ്റി. അങ്ങനെ ഇപ്പോൾ ഫോം ചെയ്യുന്ന സൈലം വെസൽസിൻ്റെ ക്യാവിറ്റീസ് വലുതാണ്, വൈഡർ ക്യാവിറ്റീസ്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് വുഡ് ദേ ആർ ലൈറ്റ് ഇൻ കളർ വിത്ത് ലോ ഡെൻസിറ്റി. അപ്പോൾ ഈ പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സ്പ്രിംഗ് സീസണിൽ ഫോം ചെയ്യുന്ന വുഡാണ് എന്ത്? സ്പ്രിംഗ് വുഡ് ഓർ ഏർലി വുഡ്. നെക്സ്റ്റ് ഓട്ടം വുഡ്. സെക്കൻഡ് ഇസ് ഓട്ടം വുഡ്. ഓട്ടം വുഡ് എന്ന് പറയുമ്പോൾ സീസൺ എന്താണ്? വിൻ്റർ സീസൺ. വിൻ്റർ സീസൺ ക്യാമ്പിയം ഇസ് ലെസ് ആക്റ്റീവ് ആൻഡ് ഫോംസ് ഫ്യൂവർ സൈലം എലമെൻറ്റ്സ്. അപ്പോൾ ആ സമയത്ത് ക്യാമ്പിയം ആക്ടിവിറ്റി കുറവാണ്, കുറച്ച് എലമെൻറ്റ്സാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്ന എലമെൻറ്റ്സിൻ്റെ വെസൽസിൻ്റെ എങ്ങനെയാണ്? നാരോ വെസൽസ് ആണുള്ളത്. നേരത്തെ വൈഡർ പറഞ്ഞു, പക്ഷേ ഇവിടെ നാരോ വെസൽസ് ഉള്ള സൈലം വെസൽസ് ഒക്കെ നമ്മൾ പഠിക്കുന്നില്ല. ട്രക്കീഡ്സ് വെസൽസ് ഒക്കെയാണ് എലമെൻറ്റ്സ്. അപ്പോൾ വെസൽസിൻ്റെ ക്യാവിറ്റി കുറവാണ്, നാരോ ആണ്. പിന്നെ അതിൻ്റെ കളറൊക്കെ നോക്കുമ്പോൾ ഡാർക്കറായിട്ടുള്ള വുഡാണ് ഫോം ചെയ്യുന്നത്. അതേപോലെ ഹൈ ഡെൻസിറ്റി ഉണ്ടാവും ഈ ടൈപ്പിന്. അപ്പോൾ അതാണ് ഓട്ടം വുഡ്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയുമ്പോൾ വേണ്ട കാര്യങ്ങൾ: സ്പ്രിംഗ് സീസണിൽ ഫോം ചെയ്യുന്നത് സ്പ്രിംഗ് വുഡ്, വിൻ്റർ സീസണിൽ ഫോം ചെയ്യുന്നത് ഓട്ടം വുഡ്. ഓക്കെ, ആൻഡ് ഹിയർ വൈഡർ വെസൽസ് ആണ്, നാരോ വെസൽസ്. ദെൻ ലൈറ്റ് ഇൻ കളർ, ലോ ഡെൻസിറ്റി. ഹിയർ ഡാർക്കർ ഇൻ കളർ വിത്ത് ഹയർ ഡെൻസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ, ഹാർഡ് വുഡ് ആൻഡ് സാപ്പ് വുഡ്. അതാണ് അടുത്തത്. വുഡ് ആൻഡ് സൈലം തന്നെയാണ് ഹാർഡ് വുഡ് ആൻഡ് സാപ്പ് വുഡ്. എന്താണെന്നുള്ളത് നോക്കാം. ഹാർഡ് വുഡ് മീൻസ് സെൻട്രൽ ഡാർക്ക് കളേർഡ് നോൺ ഫങ്ഷണൽ ഡെഡ് പാർട്ട് ഓഫ് സെക്കൻഡറി സൈലം. നമ്മൾ ഓൾഡ് ട്രീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഒരുപാട് പഴക്കമുള്ള ട്രീ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കട്ടിങ് പാർട്ടിൽ രണ്ട് കളറായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പം ഇത് ആ ഒരു കട്ടിങ് പാർട്ടാണെങ്കിൽ ഇതിൻ്റെ ഈ സെൻറ്റർ പാർട്ട് എങ്ങനെയായിരിക്കാം? കുറച്ച് നല്ല കളറായിട്ട് കാണുന്നുണ്ടാവും. ഇവിടെ ലൈറ്റ് കളറിലും കാണുന്ന ഭാഗം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെൻട്രൽ പാർട്ട് ആണ് എന്ത്? ഹാർഡ് വുഡ്. ഹാർഡ് വുഡ്. ഔട്ടറാണ് ശരിക്കും എന്ത് വരുന്നത്? സാപ്പ് വുഡ്. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഹാർഡ് വുഡ്. അപ്പോൾ നമുക്കറിയാം ഒരു തിയറിറ്റിക്കലി സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന സെക്കൻഡറി സൈലം ഒക്കെ കാണുന്ന ഈ ഒരു ഭാഗമാണ് ശരിക്കും ഈ ഡാർക്ക് കളറിലായിട്ട് കാണുന്നത്. ഓക്കെ, സെൻട്രൽ പാർട്ടാണ് ഡാർക്ക് ഇൻ കളർ, നോൺ ഫങ്ഷണൽ. ദാറ്റ് ഇസ് ദിസ് ഏരിയ കണ്ടെയ്ൻ ഡെഡ് സെൽസ്. സോ നോൺ ഫങ്ഷണൽ പാർട്ട്.
ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാർഡാണ്. ദെൻ ഡ്യൂറബിൾ ആണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പെട്ടെന്ന് അതിനെ ഒന്നും ദ്രവിച്ചു പോകുന്നില്ല, ഡ്യൂറബിൾ ആണ്. ആൻഡ് റെസിസ്റ്റൻ്റ് ടു മൈക്രോബ്സ് ആൻഡ് സം പെസ്റ്റ് അല്ലേ, മൈക്രോബ്സിനും ഇൻസെക്റ്റിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് ടാനിൻ, റെസിൻ, ഓയിൽ, ഗം ഇങ്ങനെയുള്ള ചില ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഡെപ്പോസിഷൻ ഈ സെൻറ്ററിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി റെസിസ്റ്റൻറ്റ് അഗെയിൻസ്റ്റ് മൈക്രോബ്സ് ആൻഡ് ഇൻസെക്റ്റ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് വെരി ഡ്യൂറബിൾ അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഉപയോഗിച്ച് ഈ വലിയ മരത്തിൻ്റെയൊക്കെ ഈ ഒരു പാർട്ടാണ് നമ്മൾ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഭാഗം. ദാറ്റ് ഈസ് കോൾഡ് ഹാർട്ട് വുഡ്. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് സാപ്പ് വുഡ്. അപ്പോൾ സാപ്പ് വുഡ് എന്തായിരിക്കാം? ഇതിൻ്റെ പുറം ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ് വരിക. ഇറ്റ് ഈസ് ദ ഔട്ടർ ലൈറ്റ് കളേർഡ് ഫങ്ഷണൽ പാർട്ട് ഓഫ് സെക്കൻഡറി സൈലം ആൻഡ് ഇറ്റ് ഈസ് ലെസ് ഡ്യൂറബിൾ. ഈ സെക്കൻഡറി സൈലത്തിൻ്റെ തന്നെ പുറത്തോട്ട് വരുന്ന ഭാഗം, ഏറ്റവും നടുവിലേക്കാണ് കട്ടി കൂടുതലായിട്ട് ഡ്യൂറബിളാന്ന് പറയുന്നത്. അപ്പോൾ പുറത്തോട്ട് വരുന്ന ചില ഭാഗം എന്താണ്, ഇതിനെ കട്ടി കുറവ് വെച്ചാൽ ലൈറ്റ് കളറിലാണ് വരുന്നത്. ലൈറ്റ് കളറിൽ കാണാം. ഔട്ടർ പാർട്ടാണ്, ഫങ്ഷണൽ പാർട്ടാണ് വെച്ചാൽ ചിലപ്പം ഇതേപോലെ ഡെഡ് സെൽസ് അല്ലാതെ ഫോം ചെയ്യുന്ന ഫങ്ഷണൽ പാർട്ട് കാണാം. ലെസ് ഡ്യൂറബിൾ, അപ്പോൾ ഫർണിച്ചർ ഒന്നും ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഗമാണ്. അതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡെപ്പോസിഷൻ ഒന്നുമില്ല. അപ്പോൾ ആ ടൈപ്പിനാണ് എന്ത് പറയുന്നത്, സാപ്പ് വുഡ്. ഓർമ്മിച്ച് വെക്കുക, എപ്പോഴും ചോദിക്കും ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ് ഓർ ഏർലി വുഡ് ഓർ ലേറ്റ് വുഡ് എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹാർഡ് വുഡ് ആൻഡ് സാപ്പ് വുഡ്.